ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ആകാംക്ഷയ്ക്ക് അറുതിയാകാൻ നമ്മൾ നാളെ രാവിലെ വരെ കാത്തിരുന്നാൽ മതി. നാളെ 5 മണിക്ക് 24-ന്റെ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. ഇതിൻ്റെ ഗോൾഡൻ സ്ക്രീനിലൂടെ നിങ്ങൾക്കറിയാം ആരായിരിക്കും അടുത്ത 5 കൊല്ലം കേരളത്തിൻ്റെ ഭാഗതയും തീരുമാനിക്കാൻ പോകുന്നതെന്ന്. ഏതാണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും ഒരു ചിത്രം തെളിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും കേരളത്തിൽ കൂട്ടലും കിഴിക്കലും തകൃതിയായി നടക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ അടുത്ത കാലം കേരളം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് അവസാനിക്കാൻ പോകുന്നത്. ഇനി കേവലം കുറച്ച് മണിക്കൂറുകൾ മാത്രം. നാളെ പുറത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അതെന്തായാലും അത് ചരിത്രമാകും, അതിലൊരു സംശയവും വേണ്ട. LDF-ന് 3-ാം ഊഴം, 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന UDF-ന് തിരിച്ചുവരവ്, തൂക്കുസഭയിൽ ഡിസിഷൻ മേക്കറായി NDA, ഇങ്ങനെ 3 തട്ടിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇതിലെന്ത് സംഭവിച്ചാലും അത് പുതിയൊരു ചരിത്രമാകും. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. 10 മണിയോടെ കേരളത്തിന്റെ ട്രെൻഡ് ഏകദേശം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വരും. ഉച്ച കഴിയുന്നതോടെ വിജയാരവം ഉയരുന്നത് ഇന്ദിരാഭവനിലോ അതോ AK-സെന്ററിലോ അതല്ല മാരാർജി ഭവനിലോ, ഇതാണ് നമുക്ക് നാളെ അറിയാൻ കഴിയുക. ആകാംക്ഷയുടെ കൊടുമുടിയിലേക്ക് രാഷ്ട്രീയ കേരളം കടന്നു കയറുകയാണ്. ഇങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കുന്നു. അന്തിമ വിശകലനവുമായി നമ്മൾ ആരംഭിക്കുന്നു 24-ന്റെ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം, ഹസിദ സഹീർ, വി ദിലീപ് കുമാർ, KR ഗോപികൃഷ്ണൻ. വെൽക്കം മൈ ഡിയർ ഗൈസ്, വെൽക്കം. ഹാഷ്മി, എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഇനിയിപ്പോ ഏതാനും മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ ഹാഷ്മി, ഈ ടെൻഷൻ ഇങ്ങനെ മൗണ്ട് ചെയ്ത് പോവുക. പാർട്ടി ഓഫീസുകളിലൊക്കെ ആൾക്കാരെ പിച്ചാത്തിമോനെ തന്നെ ഇരിക്കുക. ഇരിക്കുമ്പോഴാണ് കനകോലിന്റെ വേറെ സാധനം വന്നു പറഞ്ഞ് പ്രചരിക്കുന്നു. അത് ടെൻഷൻ കൂട്ടിയിട്ടുണ്ട്. 75-ല് LDF ഭാഗത്ത് കയറുമെന്നാണ് കനകോലിന്റെ പേരിൽ പ്രചരിക്കുന്ന. പാവം കനകോലു അറിഞ്ഞോന്ന് അറിയത്തില്ല, അല്ലേ ഗോപികൃഷ്ണൻ? എന്തായാലും അത് വല്ലാത്ത ടെൻഷൻ ആക്കി. കാരണം UDF-കാര് അവിടെ പന്തലും കെട്ടി ലഡുവും വാങ്ങിച്ച് എല്ലാം റെഡിയായി. ഓർഡർ കൊടുത്തു. ഇടുക്കിയിലൊക്കെ നിയുക്ത സ്ഥാനാർത്ഥി വണ്ടിയൊക്കെ റോയ്ക്ക് അദ്ദേഹം വണ്ടി റെഡിയാക്കി ഇട്ടു. കയറാൻ ആള് കയറിയാൽ മതി അതിനകത്ത്. അപ്പൊ അങ്ങനെയാണ് ഗോപികൃഷ്ണൻ. ശരിക്കും ഈ കനകോലുവിന്റെ പേരിൽ പ്രചരിക്കുന്ന ആ സാധനം ഒറിജിനലാണോ? കാര്യം LDF-ന് 75 സീറ്റ് കിട്ടും എന്ന പ്രചാരണം ശക്തമാകുന്ന ഒരു സമകാലിക കേരളം എന്തോ അത് പ്രസിദ്ധപ്പെടുത്തിയെന്നും പറയുന്നു. എനിക്കൊന്ന് SK ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന്റെ പ്രചാരണ കാലത്ത് ഏറ്റവും അധികം പറഞ്ഞു കേട്ട പേരാണ് കനകോലുവിന്റെ പ്രഡിക്ഷൻ. കനകോലു അതെ കനകോലു ഓരോ മണ്ഡലത്തിലെയും സാധ്യതകൾ വിലയിരുത്തുന്നു. പിന്നെ ആളുകൾ പ്രവചനം നടത്തുന്ന ആളുകൾ തന്നെ അവരുടെ പേര് ചേർത്ത് കനകോലു എന്ന് ഇട്ട് വിളിക്കാൻ തുടങ്ങി. പിന്നെ കനകോലു ആണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പരിഹാസ രൂപേണ. അല്ല ഞാൻ അങ്ങനെ ഭയങ്കര പ്രവചനം നടത്തുന്നില്ല. അല്ലെ, ഞാൻ പറഞ്ഞത് കനകോലു ആ നിലയിൽ വലിയ, എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും നേതാക്കളെയൊക്കെ പോലെ തന്നെ വളരെ സുപരിചിതമായ പേരായി കനകോലുണ്ടെന്ന് മാറി. ഇപ്പോൾ SK പറഞ്ഞതുപോലെ കനകോലു പറഞ്ഞു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നൽകിയ റിപ്പോർട്ട് അവസാന വാക്കെന്ന ലൈനിലായിട്ടുണ്ട്. പക്ഷേ LDF വളരെ പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം അങ്ങനെ പരിഹാസത്തോടു കൂടി ഇടതുമുന്നണി പറഞ്ഞുകൊണ്ടിരുന്ന കനകോലുവിന്റെ റിപ്പോർട്ടിൽ ഇടതുമുന്നണിയുടെ തുടർഭരണം പ്രവചിക്കപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ പറഞ്ഞാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആധികാരികതയൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ നിമിഷങ്ങൾ തന്നെ കാത്തിരിക്കുന്ന സമയത്ത് കനകോലുവിന്റെ പേരിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ള കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞത് നേതാക്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷം UDF-ന്റെ ആത്മവിശ്വാസം ഇരട്ടിയായെന്ന പ്രതീതിയാണ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേതൃത്വം ഇടപെട്ട് വിലക്കിയ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പോലും അതേപടി തുടരുന്നത് ആത്മവിശ്വാസത്തിന് ആഴമളക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വിജയാഘോഷം എങ്ങനെ വേണമെന്ന് വരെ നിശ്ചയിച്ചിരിക്കുന്നു. ജ്യോത്സ്യന്മാർക്കും മാർക്കറ്റ് കൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KPCC ആസ്ഥാനത്ത് പന്തൽ ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ 80 മുതൽ 85 സീറ്റുകൾ വരെ വിജയിച്ച അടുക്കും എന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ അത് 95 കടന്നേക്കുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നു. ചില പ്രതികരണങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. നമ്മളെ പ്രചരണം, UDF-ന്റെ പ്രചരണം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നല്ല ഒരു വിധിയെടുത്ത് UDF-ന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്
ജനങ്ങളുടെ പ്രതികരണം ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. UDF വിജയിച്ചാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലോ അതല്ല VD സതീശനോ അതല്ല രമേശ് ചെന്നിത്തലയോ ആര് തന്നെ വന്നാലും വലിയ നേതൃത്വ ഉൾപ്പെടുന്നതാകും പുതിയ മന്ത്രിസഭ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതെല്ലാം UDF ജയിച്ചാലാണ് 21 മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിസ്ഥാനം ഉണ്ടാകും കോൺഗ്രസിന്. പാർട്ടി പദവികളുടെ സീനിയോറിറ്റി, സാമുദായിക സന്തുലനം, പ്രാദേശിക ഘടകങ്ങൾ എന്നിവ വിലയിരുത്തിയാകും കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുക. അതിൻ്റെ സാധ്യത എന്തായിരിക്കും എന്നുകൂടി ഈ വൈകിയ വേളയിൽ നമ്മളൊരു ചർച്ച നടത്തുകയാണ്. KR ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ UDF അധികാരത്തിൽ വന്നാൽ എപ്പോഴും നമ്മളൊരു കണ്ടീഷൻ ക്ലോസിൽ സംസാരിക്കാൻ പറ്റും. കാര്യം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ മന്ത്രിമാർക്ക് സാധ്യതയുണ്ട് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ? കാര്യം പലയിടത്തും ഉടുപ്പ് തയ്പ്പിച്ച് കഴിഞ്ഞു. അതെ, അല്ല SK, ഈ ഇപ്പോഴത്തെ ഒരു സാധ്യത പറയുന്നതിന് മുൻപ് 2021 ഇതുപോലെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കി UDF നിന്നിരുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം നാളെ പെട്ടി പൊട്ടിക്കുമ്പോഴാണ്, പെട്ടി തുറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ജനവിധി എന്തെങ്കിലും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒന്നാണോ എന്ന് നമുക്ക് തെളിയാൻ പോകുന്നത്. ഏതായാലും ഇടതുമുന്നണി ക്യാമ്പിൽ അവർക്കൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതുന്നു. UDF ആണെങ്കിൽ വളരെ വലിയ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ 100 സീറ്റ് വരെ നേടും എന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും UDFനാണ് അധികാരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ വരാനുള്ള അവസരം ഈ ജനവിധിയിലൂടെ ഉണ്ടാകുന്നതെങ്കിൽ ആദ്യത്തെ തർക്കം ഉണ്ടാകുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തർക്കമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ KC വേണുഗോപാലും ഈ VD സതീശനും ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല കൂടി അടങ്ങുന്ന ഒരു ത്രയമായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി ഇപ്പോൾ KCയും VDയും തമ്മിലുള്ള മത്സരമായി അത് മാറിയിരിക്കുന്നു. അതിൽ ആർക്കാണ് സാധ്യത എന്നത് ഹൈക്കമാൻഡ് നിശ്ചയിക്കുമോ അതല്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ജനങ്ങളുടെ ഇച്ഛ കൂടി കണക്കിലെടുത്തായിരിക്കുമോ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക കോൺഗ്രസിൽ എന്ന കാര്യം വ്യക്തമല്ല. സാധാരണ നിലയിൽ നമുക്കറിയാം 2 നിരീക്ഷകരെ കോൺഗ്രസ് വിടുന്നു. അവർ ഇവിടെ വന്ന് MLA-മാരുടെ ഇംഗിതം എന്താണെന്ന് പരിശോധിക്കുന്നു. അവർ പറയുന്നതനുസരിച്ച് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടിട്ടുള്ള രീതി. ആ രീതി അവലംബിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായി മാറാൻ പോകുന്ന ഒരുപക്ഷെ KC വേണുഗോപാൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്ന MLA-മാരുടെ എണ്ണം കൂടുതലാകാനാണ് സാധ്യത. പക്ഷേ VD സതീശൻ ഈ പട നയിച്ചയാളാണ്. അയാൾ തന്നെ നാടിനെ നയിക്കട്ടെ എന്ന പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാകണം ഈ തീരുമാനം ഉണ്ടാകേണ്ടതെന്ന് VD സതീശന്റെ ക്യാമ്പിൽ നിന്ന് ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇനി മന്ത്രിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മന്ത്രിമാരെ നിശ്ചയിക്കുക. പക്ഷേ VD സതീശൻ അല്ലാത്ത മുഖ്യമന്ത്രി അല്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അദ്ദേഹം മന്ത്രിയാകാൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തല ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള ആളാണ്, അദ്ദേഹം അർഹതയുള്ള ആളുമാണ്. പക്ഷെ അദ്ദേഹവും ഈ നിലയിലാണ്. VD സതീശനും രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഒരേപോലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധ്യതയുണ്ട്. KC നയിക്കുന്ന മന്ത്രിസഭയിൽ ഒരുപക്ഷെ അവർ മന്ത്രിമാരാകാൻ, അംഗങ്ങളാകാൻ ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നീട് സ്വാഭാവികമായും ഇതിനകത്ത് വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം, മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള ഘടകങ്ങൾ അവരുടെ മുന്നിലുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അവിടെ ബിന്ദു കൃഷ്ണ ജയിച്ചു വരികയാണെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ മന്ത്രിയാകാൻ അവസരമുണ്ടാകും. അതേപോലെ തന്നെ അരൂരിൽ മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു വരികയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന് മന്ത്രിയാകാനുള്ള അവസരമുണ്ടാകും. 27 സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് നിർത്തിയിട്ടുണ്ട്. അതിൽ 23 പേര് ജയിക്കുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ 5 മന്ത്രിമാർ അവർക്കുണ്ടാകും. അതിൽ വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ, വ്യവസായം, ഇത് രണ്ടും അവർക്ക് നൽകേണ്ടി വരും. ഇനി PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകാൻ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ആലോചന കൂടി ലീഗിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ മന്ത്രിസഭാ രൂപീകരണം സംഭവിക്കാൻ പോകുന്നത്. ആഷ്മി, യഥാർത്ഥത്തിൽ ഈ UDF ക്യാമ്പിൽ അമിതമായ ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ ഈ മീഡിയയ്ക്ക് ഒരു റോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുവിധമുള്ളവരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു കഴിഞ്ഞു. നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം ആരൊക്കെ പൊട്ടും എന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും, അതായത് പന്തൽ കെട്ടുന്നു, പോകാനുള്ള വണ്ടി ഒരുക്കുന്നു, അതുപോലെ മുഖ്യമന്ത്രിക്കുള്ള ഇംഗിതം ചോദിച്ചറിയുന്നു. അപ്പോൾ ഇത്ര ഈ ആത്മവിശ്വാസം ഒരതിര് കടന്നുവെന്ന് ആഷ്മിക്ക് തോന്നുന്നുണ്ടോ? SK അവർ വലിയ കോൺഫിഡൻസിലാണ്. അത് തർക്കം. ഇപ്പോൾ അത് 2021 സാഹചര്യവുമായി കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം എന്താണ്? 2021 ഇതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെണ്ണലിന് കണ്ണൂരിലേക്ക് പോകുന്നതിന് മുമ്പ്, വോട്ടെണ്ണലിന് 3 ദിവസം മുമ്പ് ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ തീയതി അടക്കമുള്ള കുറിപ്പൊക്കെ ഇറക്കിയാണ് മുഖ്യമന്ത്രി പോകുന്നത്. കാര്യം LDF അത്രത്തോളം ഉറപ്പായിരുന്നു. അതിന് കാരണം എന്താണ്? അതിന് കാരണം അന്ന് വന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗം പ്രവചിച്ച LDF തുടർഭരണം എന്നത് മാത്രമല്ല, അതിൽ കോവിഡ് കാലമാണ്. അതിൽ തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമെമ്പാടും വലിയ ഭൂരിപക്ഷത്തിൽ LDF തൂക്കിയ വലിയ പ്രതീക്ഷയുടെ പശ്ചാത്തലമാണ്. അന്ന് ആകെ പ്രതീക്ഷ പഠിപ്പിക്കുന്നത് UDF പോലുമല്ല, ആകെ രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള തർക്കങ്ങളും ഈ തരത്തിലുള്ള കോൺഫറൻസ് പ്രകടനം 100 സീറ്റിലധികം നേടൽ ആര് മുഖ്യമന്ത്രി ഒന്നും ചർച്ചകളൊന്നും അന്ന് നടന്നിട്ടേ ഇല്ല. ആകെയുള്ള കോൺഫറൻസ് രമേശ് ചെന്നിത്തല കോൺഫറൻസ് അത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതെന്താ പറയുക, അതിന് അടിസ്ഥാന കാരണം അന്നത്തെ AICC നടത്തിയ സർവേയിൽ തൂക്കും എന്ന് തന്നെയായിരുന്നു ആ സർവേയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് UDF കാര്യമായ കോൺഫറൻസ് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ഇക്കുറിയുള്ള സാഹചര്യം എന്താണ്? ഇക്കുറിയുള്ള സാഹചര്യം
എക്സിറ്റ് പോളുകളിൽ ബഹുഭൂരിപക്ഷവും പ്രധാനപ്പെട്ട 10 എക്സിറ്റ് പോളുകളിൽ 9 UDF-ന്റെ വ്യക്തമായ മേധാവിത്വം പ്രവചിക്കുന്നത് മാത്രമല്ല, തദ്ദേശ അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലടക്കം കോർപ്പറേഷനിലടക്കം വലിയ എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ ആനയും ആടും പോലെയാണ്. ആ ആനയും ആടും പോലെ തമ്മിൽ ഏറ്റുമുട്ടലിൽ അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDF-ന് കഴിഞ്ഞെങ്കിൽ അവർ പോലും വിശ്വസിക്കാത്ത പല മേഖല എന്ന് പറഞ്ഞാൽ LDF-ന്റെ ശക്തിദുർഗങ്ങളിൽ കോട്ടകൊത്തരങ്ങൾ പോലും അവിടെ സീറ്റുകൾ UDF-ലേക്ക് വന്നെങ്കിൽ അവർ പോലും അതിശയിച്ചു പോയി. അങ്ങനെ ആ റിസൾട്ട് വരുമ്പോൾ അതിന്റെ കോൺഫറൻസ്, അതിനു മുമ്പുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശവും ഓരോരോ പാർട്ടിയാണെന്ന് പറയുമ്പോഴും അത് ബംഗാളിൽ നിന്ന് ആൾക്കാർ വോട്ട് ചെയ്യാമല്ലോ, കേരളത്തിൽ ആൾക്കാർ വോട്ട് ചെയ്യാണല്ലോ. ഇപ്പോൾ ലോക്സഭയിൽ അത് കേന്ദ്രത്തിലേക്ക് പോകുന്ന വോട്ടുകളാണെന്ന് പറയുമ്പോൾ പോലും ജനം കൈപ്പത്തിക്കും കോണിക്കും വോട്ട് കുത്തുമ്പോഴാണ് അവിടുത്തെ UDF സ്ഥാനത്ത് ജയിക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിൽ ജയിപ്പിച്ചു വിട്ട കോൺഫറൻസ്, കഴിഞ്ഞ ബൈ ഇലക്ഷൻ ഒക്കെയുള്ള ആധികാരിക വിജയം നേടിയ കോൺഫറൻസ്, അങ്ങനെ കുറേയധികം കോൺഫറൻസുകളുടെ പൂർവ്വകാല ചരിത്രം കൂടി വെച്ചുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഗ്രൗണ്ടിലുണ്ട്, ഞങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ അവിടെ UDF-ന് ഉണ്ടാവുന്നത്. UDF-ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മുഖ്യമന്ത്രി ചർച്ച അടക്കം അവിടെ നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അമിതാത്മവിശ്വാസം പ്രകടിപ്പിക്കലും പന്തലിടലും പായസൂടലും ഒക്കെ നല്ലതാണോ എന്ന് അറിയില്ല. SK നമുക്ക് ഓർമ്മയുണ്ട്, നമുക്കൊരു കൈപ്പനുഭവം ഉണ്ട്. എപ്പോഴാണെന്നറിയാവോ, ഹരിയാന SK ഒരു ഘട്ടത്തിൽ, എന്റെ പൊന്ന് SK നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞെന്തോ, നമ്മൾ പറഞ്ഞു ആടാപാടലെന്ന് BJP പൊളിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മാറി, പിന്നെ ഇപ്പോഴും എന്നെ ആൾക്കാർ SK ഒന്ന് ഇപ്പോഴും ചില സംഘപരിവാർ നേതാക്കൾ പ്രവർത്തകർ ഫേസ്ബുക്കിൽ കളിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഈയിടയ്ക്ക് ഒരിടത്ത് ഞാൻ യോഗത്തിന് പോയപ്പം സ്വാഗത പ്രസംഗം എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാ, അതെ, പണ്ട് ഹരിയാനയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ആളാണ്, ഒരൊറ്റ മുങ്ങിക്കളഞ്ഞു. ഏത് കേശവനും പറ്റും. ഇപ്പോഴും ഫേസ്ബുക്കിൽ അന്ന് അടപടലം പറഞ്ഞു, അടപടലം ഹാഷ്മി എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു അനുഭവം ഹാഷ്മി തകർത്തു, അതൊരു എനർജി ആയിരുന്നു. അന്ന് ആഞ്ഞു പറഞ്ഞു ആടാപാടലം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആടപാടലം നമ്മൾ അന്ന് പൊളിഞ്ഞതാണ്. അതുകൊണ്ട് ജനവിധിയാണ്. ഞാനൊന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഹാഷ്മി നമുക്ക് അത്രയും ഒരു ഡ്രാമാറ്റിക് ഷിഫ്റ്റ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റില്ല. അത് കാരണം ജനവിധിയാണ്, എന്ത് സംഭവിക്കാം. അസിത, യഥാർത്ഥത്തിൽ ഇത്രയും ഒരു ആത്മവിശ്വാസത്തിനുള്ള സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ഊഷ്മാവ് വല്ലാതെ ഉയർന്നിരിക്കുക, ബാരോമീറ്റർ പ്രഷർ വളരെ കയറിയിരിക്കുക. നമുക്ക് തന്നെ പ്രഷർ ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 4 പതിറ്റാണ്ട് നീളുന്ന മാധ്യമ ജീവിതത്തിൽ ഇത്രയധികം ഞാൻ ഇൻവോൾവ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നില്ല. ഞാൻ ഇന്നലെ ആലോചിച്ചിട്ട് ഞാൻ ഇലക്ഷൻ നിന്നിട്ടില്ലല്ലോ, പിന്നെ എനിക്കെന്തോ പ്രശ്നം എന്നാലും നമ്മൾ അത്രയും മാത്രം അങ്ങ് ഉൾപ്പെട്ടു പോയി. അപ്പോൾ ഈ ഇലക്ഷനിൽ സജീവമായി പങ്കെടുത്ത പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും? ആ സിദ്ധാർത്ഥ. തീർച്ചയായും എസ്കേൻ, എന്തായാലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ ആവേശമാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നമുക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഇത്തവണ അല്പം കൂടി എസ്കേൻ പറഞ്ഞതുപോലെ ഈ എന്താകും കേരളത്തിന്റെ അടുത്ത ചിത്രം, എന്താകും സ്ഥിതി എന്നറിയാനുള്ള ഒരു കൗതുകം, ആകാംക്ഷയുള്ളത് കൊണ്ടാകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ ആകാംക്ഷ ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസിന്റെ UDF-ന്റെ ആത്മവിശ്വാസത്തിലേക്ക് വരുമ്പോൾ എക്സിറ്റ് പോളുകൾ കൂടി വന്നതോടുകൂടി അവരുടെ ആത്മവിശ്വാസം വലിയ നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് 10 വർഷമായില്ലേ ഒരു മാറ്റമാകാം എന്നൊരു വികാരം ജനങ്ങളിൽ ഉണ്ട് എന്നതാണ് അവരുടെ പൊതു വിലയിരുത്തൽ എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മവിശ്വാസം. എന്തായാലും KPCC ആസ്ഥാനത്തെ പന്തൽ, ബിരിയാണി വിതരണം, ലഡു, ഡൽഹിയിലേക്കുള്ള യാത്രകൾ, മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ അവസാനം ഇനി പവനായി ശവമാകുമോ എന്നുള്ളത് ഇത് തുടങ്ങി 13ാമത്തെ മണിക്കൂറിൽ നമുക്ക് അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കനകോലുവിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കനകോലുവിന്റെ റിപ്പോർട്ടുകളൊക്കെ ഈ രേഖയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ഈ റിപ്പോർട്ടുകളൊന്നും, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്ന് പറയുന്നു. അത് ശരിയാണെങ്കിൽ അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളിൽ UDF അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു പൊതു പ്രവചനത്തിനപ്പുറം ആ കണക്കുകളിലേക്ക് ഡീറ്റെയിൽ ആയി പോകുമ്പോൾ ഇപ്പോഴും എന്തും സംഭവിക്കാൻ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം. മാത്രമല്ല UDF-ന് വളരെ ഈസിയായി ഭരണത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പോഴുള്ള സീറ്റുകൾ അവർ അതേപടി നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ 30ഓ 35ഓ സീറ്റ് LDF-ന്റെ കയ്യിലുള്ളത് പിടിച്ചെടുക്കുക കൂടി വേണം. LDF ഇത്തവണ പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രം നമുക്കറിയാം. പലയിടത്തും ഈ ടേം വ്യവസ്ഥയൊക്കെ ഒഴിവാക്കി ജനകീയരായ MLA-മാരെ അവർ വീണ്ടും പരീക്ഷിക്കുകയാണ്. അപ്പോൾ ആ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് അറിയില്ല. ഒരു കാര്യം കൂടിയുണ്ട്, കനകോലുവിന്റെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് ഇന്ന് കനകോലുവിന്റെ പേരിൽ പ്രചരിക്കുക ആണ് എന്ന് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. കനകോലുവിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇതാണ് ആ രേഖ എന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇതുവരെ. നിയമവും 2 സീറ്റ് BJP-ക്ക് പറഞ്ഞിട്ടുണ്ട്, നിയമവും പാലക്കാട്. ഞാൻ പറഞ്ഞത് ഗോപി നമ്മളിത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ, ഒരു റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ഇന്ന് വന്നൊരു പ്രതികരണം ഞാൻ അതിനോട് കൂടി ചേർത്ത് വെച്ച് പറയാം. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റേതാണ്. സണ്ണി ജോസഫിനോട് ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, പേരാവൂരിൽ വലിയ
പ്രതീക്ഷയാണല്ലേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് വലിയ പ്രതീക്ഷയില്ല, ചെറിയൊരു പ്രതീക്ഷയുള്ളൂ, ടീച്ചർ ആയിരുന്നില്ലേ സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ KPCC അധ്യക്ഷനാണ് സണ്ണി ജോസഫ്. അത് അദ്ദേഹത്തിന്റെ ഒരു മഹാത്മ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ ജയിക്കുന്നവരെ തോക്കുന്നു പറയാനും തോക്കുന്നവരെ ജയിക്കുന്നു പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇത്ര നാൾ പൊതുവിൽ CK ശശീന്ദ്രൻ നമ്മുടെ എലത്തൂരെ സ്ഥാനാർത്ഥിയാണ്, ഉറപ്പായും ജയിക്കുന്ന മണ്ഡലമാണ്. അല്ല, അത് അദ്ദേഹമാണ് ഉറപ്പ്. അപ്പൊ പക്ഷേ ഇന്ന് ദീപക് തമിഴ് ചോദിക്കുന്നു വലിയ ആത്മവിശ്വാസമാണ്. അപ്പം ജനവിധിയാണ്, നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല. ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അതൊരു രീതിയാവാലോ. പിന്നെ അദ്ദേഹത്തിന് ഉറപ്പില്ലാത്ത ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയാവുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യൂടെ, അതാകെ ഞാൻ ഉറപ്പിച്ച് ജയിക്കുന്നു പറഞ്ഞ ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാന്നറിയോ? അഖിൽ മാരാർ ജയിക്കുന്നു ഉറപ്പിച്ചു പറയുന്നത് ഒറ്റ സ്ഥാനാർത്ഥി ഉള്ളൂ. അദ്ദേഹം തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. പക്ഷെ അഖിൽ മാരാർ പറയുന്നത് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. വ്യത്യാസമുണ്ട്. അഖിൽ മാരാർ മാത്രമല്ല, PV ശ്രീനിധരൻ ഇന്നലെ അല്ല, അത് പിന്നീട് വേണമെങ്കിൽ ഒരു 0 കൂടി ആകാമെന്ന് പറഞ്ഞു അതിന്റെ അവസാനം. പിന്നെ ഇന്നിപ്പോ T. ശരത്ചന്ദ്രപ്രസാദ് വോട്ടിന് താൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർ ലക്ഷക്കണക്കിന് വോട്ടിൽ ജയിക്കുന്നു പറയുക. ദിലീപ് കുമാർ, നമ്മുടെ രാഷ്ട്രീയ ഊഷ്മാവ് ഉയരുകയാണ്, ഉത്കണ്ഠയും ഒക്കെ വളരെ കൂടുതലാണ്. ഇന്ന് രാത്രി ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ നിദ്രാവിഹീനമായ രാത്രികൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് രാത്രിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊന്ന് ചീട്ടുകളിയൊക്കെ ആയിട്ട് രാത്രി എങ്ങനെയും തള്ളി നീക്കുക എന്നുള്ളതായിരിക്കും. നമുക്ക് ഇതൊരു കാരണം മീഡിയ ഇത്രയധികം ഇൻവോൾവ് ചെയ്തൊരു ഇലക്ഷൻ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയയും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിൻ്റെ കൂട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച്, കാരണം നമുക്ക് ഈ ലഡുവിൻ്റെ കേസ് അറിയാം, നമ്മൾ അടപടലം വീണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അതുപോലെ ഇങ്ങനെ പറയുന്ന ആൾക്കാരും വണ്ടി പിടിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ഈ ലഡുവൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പന്തലാണോ ചാകാലയുടെ പന്തലാണോ എന്ന് വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ ആൾക്കാർ സൂചിപ്പിക്കുന്ന പോലെ അപകടമാവില്ലേ ദിലീപ് കുമാർ? അല്ല SK, ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, AICC ആസ്ഥാനത്തും പ്രവർത്തകർ വലിയ അന്ന് ഹരിയാനയിൽ വന്നതാണ്. അതെ. വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ചിലപ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ നമ്മൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ വേഗത്തിലാണ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ SKN ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത്, അതായത് ഒരു വേഗതയും ആവശ്യമില്ല, വളരെ കൃത്യമായി അത് എല്ലാവരെയും ഒപ്പമുള്ള കൗണ്ടിംഗ് ഏജന്റുമാരെ മുഴുവൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വൈകിട്ട് 5 മണിയെങ്കിലും ആകും ഇത് തീരുന്നതിനുള്ളതാണ്. കാരണം ആരെങ്കിലും വെറുതെ ഉടക്കാൻ വേണ്ടി ഉടക്കാൻ എന്ത് ചെയ്യും? അല്ല, അത് ഉൾപ്പെടെ അവരെ അത് പിന്നീട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത റൗണ്ട് പ്രയോഗമോ. കാരണം ഒരാളെ ഞാൻ ബോധ്യപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ ഏതാണ്ട് 14 മുതൽ 16 വരെ ബൂത്തുകളിലെ EVMകളാണ് വെച്ച് എണ്ണുന്നത്. അത് ഈ ഒരു റൗണ്ടിൽ എണ്ണുമ്പോൾ ആ വോട്ടുമായി ബന്ധപ്പെട്ട് അത് മുഴുവൻ അവിടെ പ്രദർശിപ്പിക്കാൻ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഈ വോട്ടുകൾ പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ, അത് ഈ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് ബോധ്യമാകണം അതെല്ലാം വളരെ കറക്റ്റാണ് എന്ന കാര്യം ബോധ്യമായതിനു ശേഷം മാത്രമേ അടുത്ത റൗണ്ടിലേക്കുള്ള EVM സ്ട്രോങ് റൂമിൽ പോയി എടുത്തുകൊണ്ടുവരൂ. അത് മുൻകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നേരത്തെയൊക്കെ വളരെ വേഗത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിന് ഇവിടത്തേക്ക് മാത്രം പ്രഖ്യാപിച്ചാണുള്ളത്. അതെ. ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത് ഇത് ഇത്ര സമയത്ത് തീർക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ 10-15 ദിവസം പോകും. അല്ല, ഇതിലൊരു തർക്കവുമില്ല. മനുഷ്യർക്ക് വേറെ ജോലിയുണ്ട്. അല്ല, ഇതിലൊരു തർക്കവും പാടില്ല എന്നുള്ളതാണ്. BJPയുടെ സീലെടുത്ത ഒരു കത്ത് വന്ന പ്രശ്നമുണ്ടായി. BJPയുടെ അതിൽ രത്തൻ കേൾക്കൽ പ്രശ്നത്തിലായി. പിന്നെ EVM മറ്റേ സ്ട്രോങ് റൂമുകൾ തുറന്നു വന്ന അതിന്റെ കാര്യമില്ലെന്ന് അറിഞ്ഞെങ്കിൽ ആരോപണം വന്നു. അപ്പൊ അങ്ങനെ തൊട്ടതൊക്കെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട്. ഓരോ റൗണ്ടും കുറ്റമറ്റ രീതിയിൽ ഒരു ആരോപണവും ഉണ്ടാകാത്ത തരത്തിൽ അത് വളരെ കൃത്യമായി പോകണമെന്ന് പറയുന്നത്. ഏതായാലും SKN അതിലേക്ക് വന്നു കഴിഞ്ഞാൽ SKN ചോദിച്ചത്, അതായത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്, പ്രവർത്തകരെല്ലാം അതെ വലിയ ആവേശത്തിലുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു 3ാം തുടർഭരണം സ്വപ്നം കാണുന്ന LDF പ്രവർത്തകർ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന അധികാര വരൾച്ചയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്ന UDF പ്രവർത്തകർ, കേരളത്തിൽ താമര വിരിയും പല മണ്ഡലങ്ങളിലും എന്ന് സ്വപ്നം കാണുന്ന NDA പ്രവർത്തകർ, അവരെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു രാത്രി കഴിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നീട് സംസ്ഥാനത്ത് മന്ത്രിസഭ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത ഈ ഒരു ഘട്ടത്തിലേക്ക് ചോദിക്കുമ്പോൾ SKN ചോദിക്കുമ്പോൾ അത് പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഇപ്പോൾ വിശദമായി പറയേണ്ടതില്ല. അതായത് കേരളത്തിൽ ഇപ്പം അസിത
ഒരുപാട് പേര് മന്ത്രിയാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. LDF അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ? ആ പാർട്ടി ഡിസിപ്ലിൻ കൊണ്ടാണോ? അതെ, LDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രവണത അധികം കാണാറില്ലല്ലോ. പോയ കാലങ്ങളിലെയൊക്കെ അനുഭവം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും ഈ നമ്മൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ നിലയിൽ പ്രത്യേകിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ LDF-ലും അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അത് പാർലമെന്ററി സംവിധാനത്തിലും ഒരുപക്ഷെ സംഘടനാ സംവിധാനത്തിലും അത് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ വരാൻ സാധ്യതയും. ഇതിൽ ഏറ്റവും വലിയ കൗതുകം, ആകാംക്ഷ, ഒരുപക്ഷെ LDF പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്തെ ആര് ലീഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയൻ ഒരുപക്ഷെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു കാണുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രേക്ഷകന്റെ ഒരു സംശയം, ഞാൻ പിടിക്കാൻ പോകുന്നൊരു വലിയ പുലിവാലിനെ കുറിച്ചാണ് പ്രേക്ഷകന്റെ പറയും. അതായത് CPM അഥവാ തോറ്റാൽ അത് അസിത എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നാണ് ഈ പ്രേക്ഷകന്റെ സംശയം. CPM തോറ്റു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല, ആര് തോറ്റാലും തോൽവി തന്നെയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന വേറൊരു രസകരമായ ചർച്ച പുറത്തുണ്ട്. ആ ചർച്ച ഒരു കൗതുകം, അത് അസിതയുമായി ബന്ധപ്പെട്ടതല്ല. അതായത് UDF അധികാരത്തിൽ വരുന്നു, നിയമസഭാ സ്പീക്കറായിട്ട് KK രമ വരുന്നു, പിണറായി വിജയൻ പ്രതിപക്ഷം സാർ സാർ എന്ന് നിയമസഭാ സ്പീക്കറെ വിളിക്കുന്നു. എത്ര മനോഹരമായ അല്ലേ? അല്ല, പുറത്ത് പ്രചരിക്കുന്നത് കാര്യം ആൾക്കാർക്ക് കലിയടങ്ങാത്ത മനസ്സുമായിട്ട് ആൾക്കാർ കയറി ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത് ചിലയിടങ്ങളിലൊക്കെ ചർച്ചയാകുന്നു. ഇപ്പൊ KK രമേശ് അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിഞ്ഞോളൂ. കേരളത്തിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സക്രിയമായി ജനങ്ങൾക്കിടയിൽ സമരമുഖത്ത് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആവുന്ന അർത്ഥം LDF ഭരണം നഷ്ടമാവുന്നുള്ളതാണല്ലോ. അപ്പൊ അടുത്ത 5 വർഷം പ്രതിപക്ഷ നേതാവായി അതിനടുത്ത് 2031 വരുമ്പോഴേക്കും ഇതിനെ വീണ്ടും ഭരണ പാർട്ടിയെ മാറ്റിയെടുക്കുക എന്നുള്ള ഏറ്റവും ജോലിയാണ്. അപ്പൊ ഒന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാവണം, സമരമുഖങ്ങളിൽ ഉണ്ടാവണം, ഈ പറയുന്ന എല്ലാത്തിനും മുന്നിലുണ്ടാവണം. അപ്പൊ അതിനുള്ള ഒരു ആരോഗ്യാവസ്ഥയൊക്കെ ഉണ്ടാവണം. അസിത പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ വഴിക്ക് അങ്ങനെ വഴങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അത്ഭുതങ്ങളാണല്ലോ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു 2 വർഷം പ്രതിപക്ഷ നേതാവ് ഇരിക്കാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF സോൾ മുഖം, ഒരേ ഒരു മുഖം. ഞാൻ മലപ്പുറത്തൊക്കെ പല സൈഡിൽ പോകുമ്പോൾ അതിനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ചിഹ്നം പോലും ഉണ്ടായിരുന്നില്ല, സ്ഥാനാർത്ഥി ചിഹ്നം പോലും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം മാത്രമുള്ള ഒട്ടനവധി ഫ്ലക്സുകൾ ചിത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടനവധി ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഒരു മുഖം, സോൾ മുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പോരാട്ടം നടത്തി പരാജയപ്പെട്ടാൽ, ജയിച്ചാൽ മുഖ്യമന്ത്രിയാവാം, പരാജയപ്പെട്ടാൽ ഞാൻ മുഖ്യമന്ത്രിയാവാനില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവാനില്ല എന്നൊരു പ്രശ്നമുണ്ടോ എന്നറിയില്ല. അത് കാരണം കുറച്ചാൾ ഞാൻ പ്രതിപക്ഷ നേതാവാം എന്നൊരു എത്തുമെന്ന്. ഗോപികൃഷ്ണൻ ഇതിനിടയ്ക്ക് ഒരു നല്ല കാര്യം പറയട്ടെ. തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം നടന്നതിൽ ഈ നമ്മുടെ തിരുവമ്പാടി ദേവസ്വക്കാർ ഈ അപകടം നടന്ന അല്ലെങ്കിൽ മരിച്ച വീട്ടിലെ ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈസൻസിക്കും പ്രഖ്യാപിച്ചു, ലൈസൻസ് സതീശനും കിട്ടും. അത് നല്ല കാര്യം എന്തായാലും അവരത് ചെയ്തത്. കാര്യം കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അവർ തൃശ്ശൂരിൽ അനൗൺസ് ചെയ്തു, നമ്മുടെ വാർത്തയിലൊക്കെ പോയിരുന്നു. അപ്പം ഗോപി, ഞാൻ ചോദിക്കാൻ വന്നത് ശരിക്കും ഇപ്പോൾ ഏറ്റവും അവസാനം KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഈ VD സതീശൻ്റെ ക്യാമ്പുകളിൽ നിന്നാണോ എന്നറിയില്ല ഒരു പ്രചാരണം വന്നു. അതായത് രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും പരിഗണിക്കണം, അതുമാത്രമല്ല MLA-മാരുടെ എണ്ണം മാത്രമല്ല ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി പരിഗണിക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ നേരിയ രീതിയിലാണെങ്കിലും ചില ഗ്രൂപ്പ് പോരുകളും വന്നു തുടങ്ങി. വളരെ നേരത്തെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു വിജയപ്രതീക്ഷ വന്ന ഉടൻ തന്നെ UDF ക്യാമ്പിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയ്ക്ക് തുടക്കമായിരുന്നു. അതിൽ തുടക്കമിട്ടത് പിന്നെ എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ്. അത് VD സതീശന് അനുകൂലമായിട്ടുള്ള പരാമർശം നടത്തുകയാണ് ആദ്യം ചെയ്തത്. അതിനെ തുടർന്ന് പിന്നീട് അത് വലിയ വിവാദമാകുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പ്രകടമാക്കുന്ന പല അദ്ദേഹത്തിന്റെ ഫീച്ചറുകളൊക്കെ വരുന്നു. KC വേണുഗോപാൽ ഒരു ഭാഗത്ത് നീക്കങ്ങൾ നടത്തുന്നു, ഒരു മറുഭാഗത്ത് VD സതീശൻ. ഇതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫ്ലക്സ് ബോർഡുകൾ പലയിടങ്ങളിലും ഉയർന്നിരിക്കുന്നു. VD സതീശൻ പട നയിച്ചയാളാണ്, അയാൾ തന്നെ നാട് നയിക്കട്ടെ എന്നതാണ് ഫ്ലക്സ് ബോർഡുകളിൽ കാണുന്നത്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് VD സതീശന്റെ ചിത്രം വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ UDF അധികാരത്തിൽ വന്നാലുള്ള ഒരു സിനാരിയോ ആണ്. അവിടെയാണ് സാധാരണ നിലയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടുണ്ടാകുന്ന പുതിയ ശീലമായിരുന്നു സാധാരണ നിലയിൽ ഇവിടെ തന്നെ MLA-മാർ അവരുടെ പിന്തുണ ആർക്കാണെന്ന് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് വരുന്നതായിരുന്നു രീതിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, OC-യുടെ കാലത്ത് നേരെ തിരിച്ച് അവിടെ 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുകയും MLA-മാരുടെ മനസ്സറിഞ്ഞ ശേഷം അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയുമായിരുന്നു. ആ
രീതിയാണ്, ആ ശൈലിയാണ് തുടർന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും UDF-ന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ജനവിധിയാണ് നാളെ വരാനിരിക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് ചെയ്യുക, അവിടുന്ന് 2 നിരീക്ഷകർ വരുന്നു, ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന് പരിശോധിക്കുന്നു എന്നതാണ്. പക്ഷെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ MLA-മാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ, അവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വലിയ സ്വാധീന ശക്തിയായി മാറിയത് AICC-യുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടലാണ്. അദ്ദേഹം ഇവിടുത്തെ അദ്ദേഹത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് വ്യക്തമായ ഒരു കണക്കുകൂട്ടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം വിജയിച്ച് കയറുകയാണെങ്കിൽ MLA-മാർ തനിക്ക് വേണ്ടി കൈപൊക്കും, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം കിട്ടുമെന്ന KC വേണുഗോപാലിന്റെ കണക്കുകൂട്ടലാണ്. അതിനെ വെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശന്റെ ക്യാമ്പിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ വരുന്നത്. അത് കേവലം MLA-മാരുടെ മനസ്സ് മാത്രം അറിഞ്ഞാൽ പോലെ അതിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. ഘടക കക്ഷികളുടെ അഭിപ്രായം, അത് പ്രധാനമായും മുസ്ലിം ലീഗിനെ കൂടി കണക്കാക്കിക്കൊണ്ടാണ് ആ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനകത്ത് VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിനോട് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതൊക്കെ പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഡോക്ടർ MK മുനീർ അത് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും സാദിഖ് അലി തങ്ങളൊക്കെ പറഞ്ഞത് സാദിഖ് അലി തങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇല്ല, അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല, പുള്ളി തള്ളി. അതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ VD സതീശൻ ഒരു വളരെ ശക്തനായ ഒരു എതിരാളിയായി, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോരാട്ടത്തിൽ ഒരു KC വേണുഗോപാലിന് വളരെ ശക്തനായ ഒരു എതിരാളിയായി VD സതീശൻ മാറിയിട്ടുണ്ട്. അതിനാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ക്യാപ്ഷനിലൂടെ രമേശ് ചെന്നിത്തലയുണ്ട്, 3 പേരും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് ഇവർ രണ്ടുപേരും ഞാൻ ദിലീപിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സംശയം ഹാഷ്മിക്ക് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി മകേഷ് പടിഞ്ഞാറൂട്ട് ഇമെയിൽ ID ആണ്. അദ്ദേഹം പറയുന്നത്, ഹാഷ്മി അഖിൽമാരാരോടുള്ള വ്യക്തിപരമായ അനിഷ്ടം മൂലം അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും തദ്വാര അവഹേളനപരമായി സംസാരിക്കുകയായിരുന്നു. അഖിൽമാരാർ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ പറഞ്ഞ പടിഞ്ഞാറ്റേ മുറ്റം കാണുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൂട്ട് സൗഹൃദമുള്ള വളരെ ആഴത്തിൽ വ്യക്തി സൗഹൃദമുള്ള ആളാണ് അതേസമയം അദ്ദേഹം യാതൊരു പ്രശ്നമില്ലല്ലോ. യാതൊരു പ്രശ്നം മാത്രമേ എനിക്ക് വളരെ സ്നേഹമാണ്. ഞാൻ പറയാൻ കാരണം തന്നെ അഖിൽമാരൻ അത്ര കോൺഫിഡൻസ് പറയുമ്പോഴേക്കും അഖിൽമാർ പണ്ടേ അങ്ങനെ തന്നെയാണ്. കോൺഫിഡൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജയിക്കാൻ പോസിബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഞാൻ ഇത്ര ലക്ഷത്തിൽ ജയിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോൾ അത് അഖിൽമാർക്ക് മനസ്സിലാവും. പറഞ്ഞ ദിലീപ് കുമാർ പണ്ട് EMS നമ്പൂതിരിപ്പാടിനോട് ചരിത്രത്തിൽ പിന്നിലോട്ട് പിടിച്ച് നടത്തിയാൽ EMS നമ്പൂതിരിപ്പാടിനോട് മലയാള മനോരമ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ എഡിറ്റോറിയൽ എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഏതാണ്ട് വരാനിരിക്കുക എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു എന്നൊരു ഫലിതം നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ പ്രചരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ VD സതീശൻ നല്ലവരാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈ അധികാരത്തോട് ചെയ്തായിപ്പോയി. അല്ല, ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളുകളായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ മാറ്റി ചിന്തിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളിയുമായി വെള്ളാപ്പള്ളി VD സതീശനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നതാണ്. VD സതീശൻ അങ്ങോട്ട് പോയി ആക്രമിക്കുകയൊന്നും ചെയ്തതല്ല. NSSനും SNDPക്കും എതിരെ എടുത്ത നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പിൻബലം കേരളത്തിൽ കൂട്ടാനും ആളുകൾക്ക് അദ്ദേഹത്തോട് അനുതാപം ഉണ്ടാക്കാനും ഉപകരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. കാരണം രാഷ്ട്രീയത്തിന്റെ വഴിക്കും സമുദായ സംഘടനകളൊക്കെ അവരുടെ വഴിക്കും നീങ്ങട്ടെ എന്ന നിലപാട് VD സതീശൻ സുധീരം സ്വീകരിച്ചു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം രാഷ്ട്രീയ നേതാക്കളെയാണ് കേരളം യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നത് എന്ന് ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ നാളെ അറിയാമല്ലോ, പരവൂരിൽ അദ്ദേഹത്തിന് NSSും SNDPയും ഒക്കെ അവിടുത്തെ ഒരുപക്ഷെ പ്രാദേശിക ഘടകങ്ങൾ ആ നിലയിലായിരിക്കില്ല. കാരണം VD സതീശനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അവിടുത്തെ ഇത്തരം സമുദായ സംഘടനകളിലൊക്കെ പെട്ടവരെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ SNDPയും NSSും ഒക്കെ പരസ്യമായി ഒരു യുദ്ധം പ്രഖ്യാപിച്ച നേതാവാണ് VD സതീശൻ. ആ എതിർപ്പുകളെയൊക്കെ മറികടന്ന് അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ അത് കേരളത്തിന് നൽകുന്ന വളരെ വലിയൊരു സന്ദേശമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന നിലയിൽ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ ആ നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന സന്ദേശം കൂടിയാണ്. വെള്ളാപ്പള്ളി അതിനിടയിൽ VD സതീശന് സഹായമാവുകയും ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ ഇൻ കേസ് UDF പരാജയപ്പെടുന്നു വന്നാൽ രാഷ്ട്രീയ വനവാസത്തിന് വല്ലതും പോകേണ്ടി വന്നാൽ അതൊരു അങ്ങേര് പോകരുതേ എന്നുകൂടി വെള്ളാപ്പള്ളി സാറേ
ഓക്കെ പക്ഷെ വി ഡി സതീശൻ വളരെ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ നിലയിലുള്ള ആരുടെയും കാലു പിടിക്കാനൊന്നും പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസവുമുണ്ട്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ വനവാസ പ്രഖ്യാപനമൊക്കെ ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാകും എന്നാണ് കരുതേണ്ടത്. പക്ഷെ നേരത്തെ ഗോപി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF വരികയാണെങ്കിൽ സാങ്കല്പിക കസേരയാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മളിത് പറയുന്നത്. കാരണം നാളെയാണ് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയാൻ പോകുന്നത്. UDF വരികയാണെങ്കിൽ ഈ 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും. പക്ഷേ MLA-മാരിൽ ഭൂരിപക്ഷം പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കും. അങ്ങനെ ഒരു തലയെണ്ണമോ മറ്റോ ഹൈക്കമാൻഡ് നടത്തുകയാണെങ്കിൽ ഈ MLA-മാരുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ നിരീക്ഷകർ തേടുകയാണെങ്കിൽ ഒരുപക്ഷെ അത് KCക്ക് അനുകൂലമാകുമെന്ന് KC വേണുഗോപാൽ ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. VD സതീശനെ സംബന്ധിച്ച് ജനപിന്തുണ വളരെ വ്യാപകമായി അദ്ദേഹത്തിനുണ്ട് എന്നതിൻ്റെ തെളിവായിരിക്കാം ഈ UDF ജയിക്കുകയാണെങ്കിൽ അത് VD സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ അംഗീകാരമാണ്. അതുകൊണ്ട് ജനങ്ങൾ VD സതീശനൊപ്പമാണ് എന്ന് VD സതീശൻ ക്യാമ്പും വിചാരിക്കുന്നുണ്ട്. പരിചയസമ്പന്നത, സീനിയോറിറ്റി, ഇതാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം ഇപ്പോഴും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ 3 പേരും യോഗ്യരാണ്. പക്ഷേ മന്ത്രിമാരിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് UDF കടക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വിവിധ ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമുദായിക ഘടകങ്ങൾ കോൺഗ്രസ് പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ എത്ര പേർ ഓരോ സമുദായത്തിൽ നിന്ന് മന്ത്രിയാകുമെന്നൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ അത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളാണ്, ചില നയങ്ങളാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞു കേൾക്കുന്ന 3 പേരും നായർ സമുദായക്കാരാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും. അങ്ങനെ വരികയാണെങ്കിൽ നായർ സമുദായത്തിൽ നിന്ന് പിന്നീട് അധികം പേരെ ഈ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. പല നേതാക്കളും മന്ത്രിക്കുപ്പായം ഇപ്പോഴേ ലക്ഷ്യമിട്ടിരിക്കുന്ന പലരും ആ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോ അതെ അപ്പൊ അങ്ങനെ ഇതാകാൻ കഴിയുമോ എന്നുള്ള ഒരു ഇതുണ്ട്. ഈഴവ സമുദായത്തിന് അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകും. അല്ല, അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതെ, ആഭ്യന്തരം തിരുവഞ്ചൂർ. അപ്പൊ അദ്ദേഹം ഈ അതായത് ഇപ്പോൾ SNDP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖമായ ഒരു സമുദായമാണ്. ആ സമുദായത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കണം, ഉറപ്പ് വിമർശിക്കാം, ഒരു പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശം ഭാഷ. ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത് ചീർത്ത തവള എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി വിളിക്കുന്നതാണ്. അതിനു മുമ്പ് അധമൻ, ഈ പറഞ്ഞ ഉപയോഗിക്കാൻ കഴിയാത്ത സകലമാന ഭാഷയും അദ്ദേഹം ഉപയോഗിച്ചു. അതേസമയം വോട്ടെടുപ്പ് ആ ദിവസം വൈകിട്ടായപ്പോഴേക്കും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് ഒരു ഭാഷാശുദ്ധി ഉണ്ടാവുന്നുണ്ട്. അന്ന് വൈകുന്നേരം മുതലുണ്ടായ ഭാഷാശുദ്ധിയിൽ പ്രതിപക്ഷ നേതാവിനെ പിന്നെ ആ പദാവലികൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ തുടർച്ചയായി പിന്നെ ലളിതകോമള പദാവലിയായി. പിന്നെ ഇന്ന് ഇക്കാര്യം SKN ഒറ്റ കാര്യമുണ്ട്. അതായത് ഈ പ്രതിപക്ഷ VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് ഇത്ര സീറ്റുകൾ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചതല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിച്ചത് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വെല്ലുവിളിക്കുന്നു. എന്താണ്? ജയിച്ചില്ലെങ്കിൽ VD വനവാസത്തിന് പോകുമോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണം യഥാർത്ഥ പ്രതിപക്ഷം. ഇപ്പോൾ എല്ലാവരും അപക്കമെന്നൊക്കെ പറയുമ്പോഴും ഇനി വെല്ലുവിളി ഏറ്റെടുക്കുന്ന പോലും അപക്കമാണ് ഞാൻ VD സതീശനുമായിട്ട് അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അവസരം ഞാൻ കൊടുത്തായിരുന്നു. പക്ഷേ അത് പിടിച്ചിരിക്കുകയാണ്, കൂടുതൽ മുങ്ങിത്താഴുക ചെയ്ത്. ഞാൻ ചോദിച്ചു, അങ്ങ് ഈ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ 100 സീറ്റിന്റെ ഒരു കൺഫ്യൂഷൻ കൂടി ഉള്ള സമയത്താണ് SKN കൊടുക്കുന്നത്. അപ്പോൾ 100 സീറ്റ് എന്നുള്ളത് അടിവരെ ഇടുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കലായിരുന്നു. പോട്ടെ, SKN ഇവിടെ സംഭവിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഘടകകക്ഷി നിലപാട് ഓൾറെഡി ആരാഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ദീപാദാസ് മുൻഷിയുടെ ബൈറ്റ് അല്പം മുമ്പ് വന്നു. ദീപാദാസ് മുൻഷി ഓൾറെഡി ഘടകകക്ഷികളുടെ നിലപാട് ആരാഞ്ഞു കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ MLA-മാരുടെ നിലപാട് ആരായും. അതും ഈ പറഞ്ഞ ഏതെങ്കിലും പരസ്യവേദികളിലല്ല, 1 to 1 ആയി ഈ പറഞ്ഞ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആൾക്കാരോട് ചോദിക്കുകയാണ്. അതിനുശേഷം തീരുമാനം ഹൈക്കമാൻഡേതാകും എന്നാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. SKN ഇതിനോടകം തന്നെ ലീഗ് പരോക്ഷമായുള്ള നിലപാട് വ്യക്തമാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്